ഹലോ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ? ഇന്ന് എനിക്കൊരു നൂല് കെട്ടുണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം തന്നെ റെഡി ആവാം. ഓൾറെഡി ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ മേക്കപ്പിന് ഒരു 5 മിനിറ്റ്സ് മുമ്പേ ഇതൊക്കെ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇത് പ്രൈമറൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരുമാതിരി ഇരിക്കും. ശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുക. ഞാൻ എൻവൈബയുടെ ഒരു പ്രൈമറാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഒത്തിരി നാൾ യൂസ് ചെയ്ത് അതിൻ്റെ മാക്സിമം കഴിയാറായി. അതിന് ഞാൻ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അമർത്തി എടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പ്രൈമർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കിത് നന്നായിട്ട് തോന്നി. കാരണം മേക്കപ്പ് ഒക്കെ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു കൺസീലറാണ് എടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ്. എൻ്റെ സ്കിൻ ടോണിന് ആപ്റ്റായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് കവറേജ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ബെറ്റർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചീക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു കാക്കപ്പുള്ളിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മണ്ടയിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ടത് എന്താണ് മാറുന്നുണ്ട്. സോ എനിക്ക് വളരെ വൃത്തിയായിട്ട് തോന്നി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അതായത് എൻ്റെ ഒരു എന്താ ബ്രൗൺ, നല്ല ഡീപ്പ് ബ്രൗൺ സ്കിന്നാണ്. സോ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇത് ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ കാക്കപ്പുള്ളില്ലേ, അത് അതിൽ ആക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് കവറായില്ലേ. സോ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഒരു മീൻസ് നമ്മളെ ഒരു സ്കിൻ ടോൺ വ്യത്യാസമായിട്ട് തോന്നുന്നതിന്, കുറച്ചുകൂടെ ഡാർക്കായിട്ട് തോന്നുന്ന ഏരിയയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഇത് എൻവൈബയുടെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് എന്തോ ഒരു സംഭവമാണ്. ഇതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആൾക്കാരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ കമൻറ്റ് ചെയ്താൽ ഞാനത് നോക്കിയിട്ട് പറയാം കേട്ടോ, എന്താണ് അതിൻ്റെ ഷെയ്ഡ് എന്നൊക്കെ ഉള്ളത്. എൻ്റെ സ്കിന്നിന് ആപ്റ്റാണത്. എൻ്റെ ഒരു സ്കിൻ ടോണിന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണത്. ഓക്കെ, അത് നമുക്ക് നന്നായിട്ടൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കാം. നെക്കിലൂടാൻ മറക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് ഫേസും നെക്കും രണ്ടും വേറെ വേറെ ആയിട്ടിരിക്കും. ഞാനങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വളരെ എന്താണ് സിമ്പിളായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ കുറച്ച് എമൗണ്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഫേസസ് കാനഡയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അതും എൻ്റെ സ്കിൻ ടോൺ മാച്ച് ആവുന്ന ഒരു എന്താ ഒരു കളറാണത്. ഓക്കെ, അത് ഞാൻ എടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ആ ഒരു ഫൗണ്ടേഷനൊക്കെ എന്താണ് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നു അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഓയിലി ഫീൽ ആയിട്ടിരിക്കും, അതില്ലാതിരിക്കാനാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യണം. അതിന് മുന്നേറ്റ് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ഒന്ന് കറക്റ്റായിട്ട് കോംബ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോ ഭയങ്കര ലൈറ്റാണ്. എനിക്കങ്ങനെ എന്താണ് ഭയങ്കര കട്ടിയില്ല, മീൻസ് ഒട്ടും കട്ടിയില്ല. ഒരു ലൈറ്റ് ഗ്രേ കളറാണ് ഐബ്രോ. സോ ഞാൻ എപ്പോഴും ബ്ലാക്ക് കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇത് യൂസ് ചെയ്ത് എനിക്കിതാണ് ശീലം. അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ കുറേ യൂസ് ചെയ്ത് കുറേ നാളായി കഴിച്ചിട്ട് അത് വളരെ ചെറുതായിട്ടുണ്ട്, കട്ട് ചെയ്ത്. ഓക്കെ, അത് ഞാൻ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്തടത്തൊക്കെ കറക്റ്റായിട്ട് നോക്കി. ഞാൻ ഐബ്രോ ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ. എനിക്ക് തീരെ ഐബ്രോ ഇല്ല, മീൻസ് കട്ടി കളറില്ല. സോ ബ്രൗൺ ആണ് നിങ്ങൾക്ക് താല്പര്യം, ബ്രൗൺ യൂസ് ചെയ്യാം. എനിക്ക് ബ്ലാക്ക് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐ മേക്കപ്പ് ആണ്. ഐ ഒന്നും എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യുന്ന വലിയ താല്പര്യമൊന്നും ഇല്ല. സോ എൻ്റെ സ്കിന്നുമായിട്ട് മാച്ചായി പോകുന്ന, എനിക്ക് കാണുമ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ്. ഇച്ചിരി ഒരു ഗ്ലിറ്ററിങ് ഉള്ള ഒരു ഷെയ്ഡാണ് ഞാൻ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സുമായിട്ടൊന്നും യാതൊരു മാച്ചും ഇല്ല ഇതിന്. ഒരു വേറൊരു ഒരു പിങ്ക് ലാവൻഡറുള്ള ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഹൈലൈറ്റർ പോലത്തെ ഒരു സംഭവം, അത് ഐ ഷാഡോ പാലറ്റിനകത്തുള്ള തന്നെ ഒരു വൈറ്റിലൊരു ഗ്ലിറ്ററിങ് ഉള്ള ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിട്ടപ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി. സോ ഞാൻ കൈ കൊണ്ട് മായ്ച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട്, മായുന്നില്ല. സോ ഞാൻ കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ചാവുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒന്ന് മങ്ങിയ പോലെ തോന്നും. ഇനി നെക്സ്റ്റ് മസ്കാരയാണ്. മസ്കാരയും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇടാൻ. കാരണം ഞാൻ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് സോറി, മസ്കാര അല്ല, ഐലൈനർ ആയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് മസ്കാര എന്ന് വിചാരിച്ചേ. ഓക്കെ, ഐലൈനർ എടുത്തിട്ട്
നോർമൽ ഒരു ഐടെക്സിൻ്റെ എന്താണെന്ന് തോന്നും. ഐടെക്സിൻ്റെ നോർമൽ ഒരു ഐലൈനർ എടുത്തിട്ട് ഞാൻ വരഞ്ഞു കൊടുക്കുകയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തത് നമ്മൾ കണ്ണിനകത്ത് കാജൽ എഴുതാൻ വിട്ടുപോയി. അത് എഴുതുന്നതിന് മുന്നെയാണ് ഞാൻ സാധാരണ എഴുതാറ്. ഇന്ന് ഞാൻ വിട്ടുപോയി. കാരണം എഴുതിയിട്ട് മുകളിൽ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഉണങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഞാൻ എന്തോ താഴെ പോയി, അതാ നോക്കുന്നത്. ഓക്കെ, കാജൽ വന്നിട്ട് എൻവൈബയുടെ എന്നാന്ന് തോന്നുന്ന ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഞാൻ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല, നല്ലതാ. ഓക്കെ, അത് ഒരു കണ്ണിൽ എഴുതിപ്പിച്ചിട്ട് കട്ടി കൂടിപ്പോയി. അതുകൊണ്ട് നെക്സ്റ്റ് കണ്ണിൽ ഞാൻ കുറച്ചുകൂടെ കട്ടിക്ക് എഴുതുകയാണ്. ഞാൻ ഇങ്ങനെ കട്ടിക്ക് കാജൽ എഴുതാറേ ഇല്ല. ഓക്കെ, ഇന്ന് അങ്ങനെ എഴുതി. ഇനി മസ്കാരയാണ്. മസ്കാര നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഐഷാഡോ ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് കണ്ണിൻ പീലി കുറച്ചുകൂടെ ഒന്ന് എന്താണ് അതിൻ്റെ കളറൊക്കെ ആയില്ലേ, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഐഷാഡോ ഇതൊക്കെ എന്തോ മസ്കാര ഇടുന്നുണ്ട്. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോഴത്തേക്ക് മസ്കാരയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണുള്ളത്? ഇനി നമുക്ക് ലിപ്പ് ഉണ്ടല്ലേ. ലിപ്പിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് ലിപ്പ് ലൈനർ കൊണ്ട് ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കാം. ലിപ്പ് ലൈനർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ ഒരു ലിപ്പ് ലൈനർ എൻ്റെ ലിപ്പുമായിട്ട് ഇച്ചിരി ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ള ഒരു ബ്രൗണിഷ് അല്ല, ഒരു എന്തോ കളറ്, ആ ഒരു കളറ് തന്നെ, ആ ഒരു കളറിലുള്ള ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഞാൻ വരഞ്ഞു കൊടുക്കുക. ഇത് അത്ര ബെറ്റർ അല്ല. എനിക്ക് ലിപ്പ് ലൈനർ അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല. കാരണം ഇത് വരയുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് റേറ്റും ഇല്ല കേട്ടോ. ഞാൻ പർപ്പിളിൽ നിന്ന് എപ്പോഴും ഓഫർ ഉണ്ടപ്പോൾ മേടിച്ചാൽ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തേക്കുന്ന ഇത് വന്നിട്ട് ഇത് ലാക്മേയുടെ എന്തോ ലിപ്സ്റ്റിക്കാണ്. ഞാനിത് ഇവിടെ എന്തോ പുറത്തെന്തോ ഷോപ്പിൽ പോയപ്പോൾ കണ്ട് മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കത് ഇഷ്ടമായി. ലോങ് ലാസ്റ്റിംഗ് ആണ്, അങ്ങനെ ഭയങ്കര പെട്ടെന്ന് അങ്ങ് ഇതാവത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ ഞാൻ നേരത്തെ എടുത്ത ഐഷാഡോ പാലറ്റിനകത്ത് നിന്ന് തന്നെ നേരത്തെ ഞാൻ ഐബ്രോ ഹൈലൈറ്റ് എടുത്തില്ല, ആ ഒരു സംഭവം തന്നെയാണ് എടുത്തിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമുണ്ട് അത് ഇടുമ്പോഴത്തേക്കും. ഇതിങ്ങനെ നോസിലൊക്കെ ഭയങ്കര രസമാണ്. ഓക്കെ, ഇനി പൊട്ടാണ് വെക്കേണ്ടത്. പൊട്ട് സാധാ ഒരു കുഞ്ഞു കറുത്ത പൊട്ടാണ് വെക്കുന്നത്. അത് എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം എടുത്തു കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സ് നോക്കാം. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി ഇടുന്നത്. ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. അതിനകത്ത് കുറേ കട്ട് ബീഡ്സിൻ്റെ വർക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഷോൾ അടിപൊളി ഷോളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സ്കാൽപ്പ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇതാ സുന്ദരി പെണ്ണായിട്ടില്ലേ. ഇനി നമ്മൾ എന്താണ് കമ്മലും വളയും മാലയൊന്നും ഇട്ടിട്ടില്ല. ഇനി അതൊക്കെ ഒന്നിടാം. ഞാൻ ഹെയർ ഇങ്ങനെ അല്ല കേട്ടോ ഞാൻ കെട്ടിയത്. ഹെയർ ഞാൻ അഴിച്ചിട്ടത്. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ കെട്ടിയതാണ് കുറച്ച് രസം തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് വള ഇടാം. ഞാൻ ഈ ഒരു വളയാണ് എടുത്തേക്കുന്നത്. അതിൽ ഗ്രീൻ കളർ സ്റ്റോൺ ഉണ്ട്. അത് പക്ഷെ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇനി അപ്പുറത്തെ കയ്യിൽ കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു സിംഗിൾ ഒരു വള ഇട്ടിട്ടുണ്ട്. പിന്നെ റിങ് ഇട്ടിടുന്നുണ്ട്. പിന്നെ മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ആർഭാടങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. ഇനി നമുക്ക് കമ്മൽ നോക്കാം. കമ്മൽ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതാണ് കൊള്ളാൻ തോന്നുന്നു. ഞാൻ ഇട്ടത് വേറെ കമ്മല, ഈ ഒരു കമ്മല ഞാൻ ഇട്ടത്. ബട്ട് എനിക്ക് മറ്റേതാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇപ്പം തോന്നുന്നത്. പക്ഷെ അപ്പം വെച്ചപ്പോൾ എനിക്കെന്താ ചേരാത്ത പോലെ തോന്നി കേട്ടോ. ഓക്കെ, ഇനി ഹെയർ ഞാൻ അഴിച്ചിട്ടു. എന്തോ അഴിച്ചിട്ടപ്പോൾ എനിക്ക് ഇപ്പം കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. പക്ഷെ ഫോട്ടോയിലൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. ഇതിലെന്തോ പോലെ ഇരിക്കുന്നെങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ച് പ്രഹസനങ്ങളാണ്. കൊള്ളാമോ? നന്നായിട്ടുണ്ടോ? മേക്കപ്പ് നന്നായിട്ടുണ്ടോ? ഭയങ്കര ഓവറല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അവനെ പോയിട്ട് വരാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.